ഹലോ, ബേസിക് മാത്സിന്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. സബ്ട്രാക്ഷൻ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ നോക്കാം. നമ്മൾ ഇതിന്റെ എന്താണ് അഡീഷൻ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അഡീഷൻ നമുക്കറിയാമെങ്കിൽ സബ്ട്രാക്ഷൻ എന്താ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. -2 -5. ഓക്കെ, ഇവിടെ എന്താന്ന് നോക്കിയേ, -2 -5. നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണേ, -2 പ്ലസ് -5 എന്ന് എഴുതി. എന്ത് ചെയ്തു നമ്മള്? നടുക്കൊരു പ്ലസ് ഇട്ട് കൊടുത്ത് അങ്ങനെ പ്ലസ് ഇട്ടെന്നും പറഞ്ഞ എന്താണ് പ്രശ്നമൊന്നും വരത്തില്ല. ഓക്കെ, അടുത്ത എന്താണ്? ഇതിപ്പോ എന്തായി മാറി? ഇത് നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ ആയി മാറിയല്ലേ. നമ്മളിപ്പോ ആക്ച്വലി നെഗറ്റീവ് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ ആണ് നോക്കിയത്. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് -2 -5 ഈ രണ്ട് നമ്പറിന്റെയും സൈൻ എന്താണ്? ഒരു നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് നടുക്കൊരു പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം, ഒരു പ്ലസ് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് എന്താ, പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല, ഒരു വാല്യൂവും ചേഞ്ച് ആകത്തില്ല, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എന്തായി? -2 + -5 എന്നായി. ഇതിപ്പോ എന്തായി മാറി? നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ ആയി മാറിയില്ലേ. ഇതെങ്ങനെയാ ചെയ്യുന്നത്? രണ്ട് നമ്പറിനും മൈനസ് സൈൻ ആണ് വന്നിരിക്കുന്നത്, രണ്ട് നമ്പറിനും നെഗറ്റീവ് സൈൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്പറുകൾ ആഡ് ചെയ്യും. 2 + 5 = 7. എന്നിട്ട് എന്ത് ചെയ്യും? മൈനസ് സൈൻ കൊടുക്കും. അപ്പൊ നമ്മുടെ ആൻസർ -7. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും? നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷനിലേക്ക് നമ്മൾ മാറ്റും. അടുത്ത നോക്കാം, -6 -2. നമ്മൾ എന്ത് ചെയ്യും? നടുക്കൊരു പ്ലസ് ഇട്ട് കൊടുക്കും അല്ലെ. -6 + -2. ഇതിപ്പോ എന്തായി? നെഗറ്റീവ് നമ്പറിന്റെ അഡീഷൻ ആയി മാറി. ഇതെങ്ങനെ ചെയ്യും? രണ്ട് നമ്പറിനും മൈനസ് ആണ് സൈൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും കൂടി ആഡ് ചെയ്യും, എന്നിട്ട് മൈനസ് സൈൻ കൊടുക്കും അല്ലെ. 6 + 2 = 8. ഇവിടെ മൈനസ് സൈൻ കൊടുക്കാൻ മറക്കരുത്. ആൻസർ എന്താണ്? -8. അടുത്തത് -5 -5. സിമ്പിൾ അല്ലേ? -5 + -5 എന്ന് എഴുതുക. = എന്ത് വരും? 5 + 5 10 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു മൈനസ് കൊടുക്കണം. ആൻസർ എന്ത് കിട്ടി? -10. ഓക്കെ, അടുത്തത് -20 -30. ഇതിനെങ്ങനെ എഴുതണം? -20 + -30 എന്ന് എഴുതണം. =20 + 30 50 ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? മൈനസ് കൊടുക്കണം. ആൻസർ -50. അടുത്തത് -50 -100. -50 + -100. ഓക്കെ അല്ലേ? = എന്ത് വരും? 50 + 100 150 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ മൈനസ് കൊടുക്കുക. അപ്പൊ ആൻസർ എന്ത് കിട്ടി? -150. അടുത്തത് നോക്കാം, -2 -10. ഇവിടെ ഒരു വ്യത്യാസം വന്നല്ലേ. ഇവിടെ ഒരു വ്യത്യാസം വന്നതാണ്. ഇവിടെ രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഈ മൈനസ് എന്താണ്? ഈ 10ന്റെ മൈനസ് ആണ്, -10. ഇവിടെ -2 ഉണ്ട്. അല്ലാതെ എന്താണ്? നടുക്കൊരു മൈനസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പ്ലസ് ഒന്നും ഇടാൻ പോകില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നാല് അതെന്താകുമെന്ന് അറിയാവാ? അത് പ്ലസ് ആയി മാറും. അപ്പൊ നമുക്ക് എഴുതാം, -2 ഈ രണ്ട് മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആകും. ബാക്കി എന്തുണ്ട്? 10 ഉണ്ട്. അപ്പൊ ഇങ്ങനെയായി, -2 + 10 എന്നായി. ഓക്കെ, -2 + 10 എന്നായി. ഈ രണ്ട് മൈനസും കൂടി ചേർന്നിട്ട് പ്ലസ് ആയി. ഓക്കെ, ഇതിപ്പോ എന്താടാ? ഇത് നെഗറ്റീവ് നമ്പറിന്റെ അഡീഷൻ ആയില്ലേ. നമ്മൾ നെഗറ്റീവ് നമ്പറിന്റെ സബ്ട്രാക്ഷൻ ചെയ്യുന്നത് എന്താണ്? നമ്മളതിനെ അഡീഷനിലേക്ക് മാറ്റും. എന്നിട്ട് നമ്മൾ
നെഗറ്റീവ് നമ്പറിന്റെ അഡീഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈക്വൽ ടു എന്ത് വരും? ഇത് നമ്മൾ കഴിഞ്ഞ അല്ലെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് കുറച്ചിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം. 10 മൈനസ് 2 ഈക്വൽ ടു 8 വരും. വലിയ നമ്പർ ഇവിടെ 10 അല്ലേ? 10ന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. അപ്പൊ ആൻസർ 8. ഓക്കെ. അടുത്തത് -7 മൈനസ് 5 സിമ്പിൾ. -7 ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആകും. +5 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? വലിയ നമ്പർ ഇവിടെ 7 ആണ്. അപ്പൊ 7ൽ നിന്നും 5 കുറയ്ക്കുക. 7 മൈനസ് 5 ഈക്വൽ ടു 2. വലിയ നമ്പർ 7 ആണ്. 7ന്റെ സൈൻ മൈനസ് ആണ്. അപ്പൊ ആൻസറിൽ മൈനസ് കൊടുക്കുക. ആൻസർ എന്ത് വന്നു? -2. അടുത്തത് -12 +12 എന്ന് വരും അല്ലേ? -12 +12 എന്ന് വരും ഈക്വൽ ടു 0. അടുത്തത് -6 ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആയി +3 ഈക്വൽ ടു എന്ത് വരും? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. 6 മൈനസ് 3 ചെയ്യുക. 6 മൈനസ് 3 എന്താണ്? 6 മൈനസ് 3 3 ആണ്. വലിയ നമ്പർ നോക്കുക. വലിയ നമ്പർ 6 ആണ്. 6ന്റെ സൈൻ മൈനസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ മൈനസ് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? -3. ഓക്കെ. ലാസ്റ്റ് നോക്കാം. -8 -18 സിമ്പിൾ. -8 രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നാൽ ഓർത്ത് വെച്ചേക്കുക. അതിനെ പ്ലസ് ആക്കി എഴുതുക. പ്ലസ് എന്ന് വരും. ബാക്കി എന്തുണ്ട്? 18. ഇപ്പൊ -8 +18 എന്നായി. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 18 -8 ചെയ്യുക. 18ൽ നിന്നും 8 പോയാൽ 10 ആണ്. വലിയ നമ്പർ നോക്കുക. വലിയ നമ്പർ ഏതാണ്? വലിയ നമ്പർ 18 ആണ്. 18ന്റെ സൈൻ എന്താടാ? പ്ലസ് ആണ്. 18ന്റെ സൈൻ പ്ലസ് ആണ്. അപ്പൊ നമുക്ക് എന്താ ഇവിടെ പ്ലസ് എന്ന് എഴുതണം എന്നില്ല അല്ലേ? വെറുതെ നമ്പർ നമ്മൾ 10 എന്ന് എഴുതിയാൽ എന്താണ്? അതിന്റെ അർത്ഥം അതിന്റെ സൈൻ പ്ലസ് ആണെന്നാണ്, പോസിറ്റീവ് നമ്പർ ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആൻസർ എന്ത് വന്ന്? 10 എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ നെഗറ്റീവ് നമ്പറിന്റെ സബ്ട്രാക്ഷൻ. അപ്പൊ ആദ്യം നമ്മൾ എന്താണ്? അതിന്റെ അഡീഷൻ അറിഞ്ഞിരിക്കണം. അപ്പം ആ ഒരു പാർട്ട് കണ്ടിട്ട് നമ്മുടെ സബ്ട്രാക്ഷൻ ചെയ്യുക. ഓക്കെ.